ഒരിക്കൽ അപ്പോസ്തലന്മാരായി ഇവരെ തെരഞ്ഞെടുത്തതിന് ശേഷം മത്തായി സുവിശേഷം 10:6 കർത്താവ് ഇങ്ങനെ പറഞ്ഞ് അവരെ വിടുകയാണ്. ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചൊല്ലുവിൻ. ചിലർ കടലിൽ കിടക്കുന്ന മീനാണ്, ചിലർ കാണാതെ പോയ ആടാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം ഞാനൊന്ന് പറയാം. ദൈവത്തെ ഇതുവരെയും അറിഞ്ഞിട്ടില്ല, ജീവിതത്തിൽ ദൈവത്തെയോ ദൈവവചനത്തെയോ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല, അവർ കടലിൽ കിടക്കുന്ന മീനാണ്. കടലിൽ കിടക്കുന്ന മീന് ഇവിടെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആട്ടിൻ തൊഴുത്തിലെ ആടായി മാറണം. കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ പാദത്തിൽ വരുമ്പോൾ എന്തായി മാറും? ആട്ടിൻ തൊഴുത്തിലെ ആടായി മാറും. എന്നാൽ ചില ആടുകൾ തൊഴുത്ത് വിട്ടു പോകും, ഇടയനെ വിട്ടു പോകും. ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു, അത് പിന്നെ മീനല്ല, തൊഴുത്ത് വിട്ടുപോയ ആടാണ് എന്ന് പറഞ്ഞാൽ വചനം വിട്ട്, മാനസാന്തരം ഉപേക്ഷിച്ച്, ആരാധന വിട്ട്, കൂട്ടായ്മ വിട്ട്, ദൈവമക്കളുമായിട്ടുള്ള കണക്ഷൻ വിട്ട്, സ്നാനമെടുത്തതിന് ശേഷം, ദൈവത്തെ രുചിച്ചറിഞ്ഞതിന് ശേഷം, ദൈവത്തിൻ്റെ നന്മകൾ പ്രാപിച്ചതിന് ശേഷം, വചനം ഏറ്റെടുത്തതിന് ശേഷം വീണ്ടും ലോകത്തിലേക്ക് പോകുന്നവരെ കുറിച്ചാണ് പറയുന്നത്. കാണാതെ പോയ ആട്.